Dear students, welcome to the new class of web technology. Today we are discussing HTML document. Let's look at the notes we have written. HTML file is a plain text that defines a set of commands for creating hypertext documents. These commands are known as HTML tags. HTML file എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ ടെക്സ്റ്റ് ഫയലാണ്. അതിലൊരുപാട് HTML കമാൻഡ്സുകൾ ഉണ്ടാവും. ഈ HTML കമാൻഡ്സിന് പറയുന്ന പേരാണ് HTML ടാഗ് എന്ന് പറയും. HTML document is made up of tags and attributes which work together to design how the contents of the web page have to be displayed on the browser. അപ്പോൾ HTML ഡോക്യുമെൻറ്റിൽ HTML ടാഗുകൾ ഉണ്ടാവും. ടാഗിൻ്റെ കൂടെ തന്നെ ആട്രിബ്യൂട്ട് ഉണ്ടാവും. ഇത് രണ്ടും കൂടാതെ കണ്ടൻറ്റുകൾ ഉണ്ടാവും. ഈ കണ്ടൻറ്റുകൾ എങ്ങനെ ബ്രൗസറിൽ കാണിക്കണം അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാഗുകളും ആട്രിബ്യൂട്ടും ഉപയോഗിക്കുന്നത്. ദ സ്റ്റഡി ഓഫ് HTML മീൻസ് ദ സ്റ്റഡി ഓഫ് ടാഗ്സ് ആൻഡ് ദർ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ HTML ടാഗുകൾ പഠിക്കും. ഒരുപാട് ടാഗ് HTML ഉണ്ട്. അത് ടാഗുകളുടെ പേര്, അതിൻ്റെ ഉപയോഗം, അതിലെ ആട്രിബ്യൂട്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലുക്ക് അറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ HTML ഡോക്യുമെൻറ്റ്. അപ്പോൾ സാധാരണ ഒരു HTML ഡോക്യുമെൻറ്റിൽ പ്രധാനമായും 4 ടാഗുകളാണ് ഉണ്ടാവുക. ഈ 4 ടാഗും എല്ലാറ്റിലും ഉണ്ടാവണമെന്നില്ല. 4 ടാഗ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നില്ല. അടിസ്ഥാനപരമായ 4 ടാഗുകളുടെ പേരും നമ്മൾ ഓർത്തിരിക്കണം. HTML ടാഗ്, ഹെഡ് ടാഗ്, ടൈറ്റിൽ ടാഗ്, ബോഡി ടാഗ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു HTML ഡോക്യുമെൻറ്റിനും തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന ടാഗാണ് HTML ടാഗ്. ഇത് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം, സ്മോൾ ലെറ്ററിൽ എഴുതാം, മിക്സ് ചെയ്ത് എഴുതാം. ഇത് ഫസ്റ്റ് ടാഗാണ്. അപ്പോൾ ഈ ടാഗിനെ നമ്മൾ ഓപ്പണിംഗ് ടാഗ് എന്ന് പറയും. ഇതിൻ്റെ ക്ലോസിംഗ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് /HTML. അത് കഴിഞ്ഞ് നമ്മൾ ഹെഡ് ടാഗ് യൂസ് ചെയ്യും. ഈ ഹെഡ് ടാഗ് എല്ലാ HTML പേജിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹെഡ് ടാഗിൽ നമ്മൾ പൊതുവായ ആ വെബ് പേജിൽ പൊതുവായി ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ടൈറ്റിൽ എന്താണ്, അതിലേതെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ടോ, CSSൻ്റെ പൊതുവായ കോഡുകളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെഡ് സെക്ഷനിലാണ് എഴുതുക. അപ്പോൾ ഹെഡ് സെക്ഷനിൽ ഇവിടെ നമ്മൾ ടൈറ്റിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. വേറെയൊന്നും നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഹെഡ് ടാഗ് ഇവിടെ തുടങ്ങി. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് എഴുതുക. ടൈറ്റിൽ ടാഗ് ഉപയോഗിക്കുന്നത് നമുക്ക് വെബ് പേജിൻ്റെ ടൈറ്റിൽ ബാറിൽ എന്താണ് നമുക്ക് എഴുതി കാണിക്കേണ്ടത്, അതാണ് ടൈറ്റിൽ ടാഗിൽ നമ്മൾ എഴുതുന്നത്. ടൈറ്റിൽ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. പിന്നെ ബോഡി ടാഗ്. ബോഡി ടാഗിലാണ് നമ്മൾ HTML ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റുകൾ എഴുതുക. ഇവിടെ നമ്മൾ ചെറിയൊരു കണ്ടൻറ്റ് മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. ഹലോ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ്. അങ്ങനെ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. ലാസ്റ്റ് HTML ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ HTML ഡോക്യുമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ടാഗ്സ്. വാട്ട് ആർ ദ ടാഗ്സ്? HTML ടാഗ്, ഹെഡ് ടാഗ്, ടൈറ്റിൽ ടാഗ് ആൻഡ് ബോഡി ടാഗ്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ദാറ്റ്. ഓക്കെ, നമുക്കിതൊന്ന് നമ്മൾ കമ്പ്യൂട്ടറിലൊന്ന് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഗീനി ഐഡിയിലാണ് നമ്മൾ HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഗീനി ഐ ഡി എങ്ങനെ എടുക്കുക? ആപ്ലിക്കേഷൻ മെനുവിൽ പ്രോഗ്രാമിങ്ങിലാണ് ഗീനി ഐ ഡി ഉള്ളത്. ഇപ്പോൾ ഗീനി ഐ ഡി ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്, നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. സാധാരണ ഇതിലൂടെ ടൈപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ നമ്മൾ ഗീനി ഐ ഡിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ ഫയൽ മെനുവിൽ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പേര് കൊടുക്കണം. ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാൻ വേണ്ടി ഡെസ്ക്ടോപ്പിൽ ഞാനിവിടെ ഒന്നാമത്തെ ഫയൽ അതുകൊണ്ട് first.html എന്ന് കൊടുക്കുന്നു. first.html എക്സ്റ്റൻഷൻ ഷുഡ് ബി HTML or HTM. ഓക്കെ, first.html എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കറിയാം ചിലത് നീല കളറിലാക്കി മാറി. ടാഗുകളൊക്കെ നീല കളറിലായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അത് ഗീനിയുടെ പ്രത്യേകതയാണത്. അപ്പോൾ ടാഗുകൾ അത് നീല കളറിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ HTML ടാഗാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ ഹെഡ് ടാഗ് എഴുതിയും നിങ്ങൾക്ക് സംശയം ഉണ്ടോ? അപ്പോൾ ഹെഡ് ടാഗ് നിങ്ങൾക്ക് ക്യാപിറ്റലിൽ തന്നെ എഴുതണം. അതൊരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് സ്മോൾ ലെറ്ററിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. സ്മോൾ ലെറ്റർ എഴുതി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ നോക്കാം? പിന്നെ നമുക്ക് ഈ ഫയലൊന്ന് സേവ് ചെയ്തു. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം?
ദിസ് എൻ HTML ഡോക്യുമെൻറ്റ്. ഇതൊരു HTML ഡോക്യുമെൻ്റാണ്. ഇത് വെബ് പേജായിട്ട് നമ്മൾ എങ്ങനെയാണ് കാണുക? ഇതേ ഡോക്യുമെൻറ്റ് നമ്മളൊരു ബ്രൗസറിൽ കാണുമ്പോഴാണ് ഇതൊരു വെബ് പേജായിട്ട് കാണുക. ഇപ്പോൾ ബ്രൗസറിൽ കാണാൻ വേണ്ടി സാധാരണ നമ്മൾ അതിൽ first.html ഈ ഒരു ഫയൽ ഞാൻ ഓപ്പൺ വിത്ത് ഫയർഫോക്സ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൽ എഴുതിയ കാര്യമാണ് ഇവിടെ കണ്ടൻ്റായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ എന്താ വന്നത്? ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ് അവിടെ വന്നു അല്ലേ. ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ് ഇവിടെയും വന്നു. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന മാറ്റർ നമ്മളുടെ ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അതുപോലെ ടാഗിൻ്റെ ഇവിടെയും നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ബോഡി ടാഗിൽ എഴുതിയ കാര്യങ്ങൾ അത് നമ്മളുടെ കണ്ടൻ്റായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് HTML ഡോക്യുമെൻ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ്. അത് വെബ് പേജായിട്ട് നമ്മൾ കാണുന്നത് അത് ബ്രൗസറിൽ കൂടിയാണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ബ്രൗസർ മോസില്ല ഫയർഫോക്സ് ആണ്. സാധാരണ നമ്മൾ ലാബിലൊക്കെ ചെയ്യുക ഗീനി ഐഡിയിലാണ് ചെയ്യുക. ഗീനി ഐഡിയിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് gedit ചെയ്യാം, വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്ററിൽ. ഗീനി ഐഡിയിലാകുമ്പോൾ പ്രത്യേകം എന്ന് പറയുന്നത് അതിൻ്റെ കളേഴ്സൊക്കെ ടാഗിൻ്റെ കളേഴ്സൊക്കെ പ്രത്യേക കളറിൽ വരും. ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ ടാഗുകളൊക്കെ നീല കളറിൽ വന്നു. ഇതിൻ്റെ ഈ ബോഡി ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് BG കളർ. സ്പെല്ലിങ് ശ്രദ്ധിക്കണം, ഇവിടെ സ്പേസ് ഒന്നുമില്ല. BGCOLOR ആണ്, അമേരിക്കൻ ഇംഗ്ലീഷാണ്. ഇവിടെ നിങ്ങൾ സ്പേസ് ഇട്ടാലോ വർക്ക് ചെയ്യോ? അതിൻ്റെ ഇത് മാറി ഉണ്ടാവും. സ്പേസ് ഇട്ടാത്ത സംഭവം മാറി. അപ്പം BG കളർ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു സ്റ്റേറ്റ്, ഇതൊരു ആട്രിബ്യൂട്ട് എന്നാണ് പറയുക. ബോഡി ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് BG കളർ ഈക്വൽ ടു യെല്ലോ കൊടുത്തു. ഓക്കെ, നേരത്തെ കണ്ടു നമ്മൾ. ഇനി ഇതിൽ GNIDൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബ്രൗസറിൽ നമ്മൾ വേറെ തന്നെ ഓപ്പൺ ആക്കണമെന്നില്ല. നമ്മളിവിടെ ബിൽഡ് മെനുവിൽ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു HTML ഡോക്യുമെൻ്റ് ബ്രൗസറിൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ ബ്രൗസർ എടുത്തുകൊണ്ട് അത് വെബ് പേജ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ GNID ഉപയോഗിച്ചിട്ടാണ് നമ്മൾ HTML ഡോക്യുമെൻ്റ് ചെയ്യാം. നമുക്കറിയാം C++ നമ്മൾ ചെയ്യാം GNID ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ HTML ഡോക്യുമെൻ്റ് നമ്മൾ ചെയ്യുക GNID ഉപയോഗിച്ച്. അതിൻ്റെ ഗുണം എന്താണ്? GNID തന്നെ നമുക്ക് ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ട് HTML ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ട് അത് അതിൽ നിന്ന് തന്നെ നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബിൽഡ് മെനുവിൽ എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഓട്ടോമാറ്റിക്കലി ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്ന്, ബേസിക് സ്ട്രക്ചർ ഓഫ് HTML കാണുന്ന പ്രധാനപ്പെട്ട ടാഗുകളൊന്ന് HTML ടാഗാണ്, രണ്ടാമത്തത് ഹെഡ് ടാഗാണ്, മൂന്നാമത്തത് ടൈറ്റിൽ ടാഗ്, നാലാമത്തത് ബോഡി ടാഗ്. ഓക്കെ, ഇതൊക്കെ ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അതാണ് കണ്ടെയ്നർ ടാഗ് എന്നാണ് ഇതിന് പറയുക. കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. Next, tags in HTML document. Tags are the commands used in HTML document that tell web browsers how to format and organize our web pages to show the contents. ഇപ്പോൾ ടാഗ് എന്ന് പറയുന്ന HTML കമാൻഡ്സുകളാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് നമ്മളുടെ വെബ് പേജുകൾ അത് ബ്രൗസറിൽ കാണിക്കേണ്ടത്. ഇപ്പം നമ്മളൊരു ടാഗ്, ഇപ്പം ബോഡി ടാഗ് നമ്മൾ പഠിച്ചു. ബോഡി ടാഗിനോട് നമ്മൾ BG കളർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് പഠിച്ചു. അത് BG കളർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ആവുന്നു അല്ലേ. എങ്ങനെയാണ് ഒരു ടൈറ്റിൽ ബാർ വരുത്തിക്കുക? ബ്രൗസറിൽ ടൈറ്റിൽ ബാറിലൊരു മാറ്റർ എങ്ങനെ വരുത്തിക്കും? അതിന് നമ്മളൊരു ടാഗ് ഉപയോഗിക്കുന്നത് ടൈറ്റിൽ ടാഗാണ്. പക്ഷേ ടൈറ്റിൽ ടാഗ് നമ്മൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കണം. അപ്പോൾ ടാഗുകൾ എന്ന് പറയുന്നത് HTML കമാൻഡ്സുകളാണ്. എവരി ടാഗ് കൺസിസ്റ്റ് ഓഫ് എ ടാഗ് നെയിം. എല്ലാ ടാഗിനും ഒരു ടാഗ് നെയിം ഉണ്ടാവും. എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ആംഗിൾ ബ്രാക്കറ്റ് ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോൾ HTML ടാഗ് കണ്ടു അല്ലേ, ബോഡി ടാഗ് കണ്ടു. അപ്പോൾ അതൊക്കെ ആദ്യം നമ്മൾ ലെസ് ദാൻ എന്നുള്ളൊരു സിമ്പിൾ ഉപയോഗിക്കും, ടാഗിൻ്റെ ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിക്കും. ഓക്കെ, HTML ടാഗ്സ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ് അല്ലേ, അത് കേസ് സെൻസിറ്റീവ് അല്ല. Therefore the tag HTML ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ കംപ്ലീറ്റ് എഴുതാം, കംപ്ലീറ്റ് സ്മോൾ ലെറ്ററിൽ എഴുതാം, ഇനി H മാത്രം ക്യാപിറ്റൽ എഴുതാം, ഇനി മിക്സ് ആയിട്ട് എഴുതാം, ക്യാപിറ്റലും സ്മോളും മിക്സ് ആയിട്ടൊക്കെ എഴുതാം. പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺവെൻഷൻ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും, ഇനി എല്ലാം സ്മോൾ ലെറ്ററിൽ എഴുതി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണ്. നെക്സ്റ്റ് കണ്ടെയ്നർ ടാഗാണ്. The tags that require opening tag as well as closing tag are known as container tag. അപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ HTML ടാഗ് അതിനൊരു ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, അവസാനം അത് ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടാഗുകളൊക്കെ പൊതുവായി പറയുന്ന പേരാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയും.
മോസ്റ്റ് ടാഗ്സ് ആർ യൂസ്ഡ് ഇൻ പെയേഴ്സ്. ഒരുപാട് ടാഗ് അങ്ങനെ പെയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എൻ ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് അല്ലേ. ഫോർ എക്സാമ്പിൾ HTML. ഇപ്പോൾ HTML ഈസ് ദ ഓപ്പണിംഗ് ടാഗ്. അതിൻ്റെ ക്ലോസിംഗ് ടാഗ് ഏതാണ്? ക്ലോസിംഗ് ടാഗിൽ ഫസ്റ്റ് ഒന്നുണ്ടാവും, ഒരു സ്ലാഷ് ഉണ്ടാവും. ദ കണ്ടെയ്നർ ടാഗ്സ് ആർ അപ്ലിക്കബിൾ ഫോർ എ സെക്ഷൻ. ഒരു സെക്ഷന് ബാധകമായതിനാൽ കണ്ടെയ്നർ ടാഗ് എന്ന് പറയാം. ദ ഓപ്പണിംഗ് ടാഗ് ഈസ് ഗിവൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെക്ഷൻ ആൻഡ് ക്ലോസിംഗ് ടാഗ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്ഷൻ. ദ ടാഗ്സ് HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് empty tags. അപ്പോൾ നമ്മളിപ്പം കണ്ടിരിക്കുന്ന എക്സാമ്പിളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച എല്ലാ ടാഗുകളും എന്ത് ടാഗാണ്? കണ്ടെയ്നർ ടാഗുകളാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ടാഗാണ് empty ടാഗ് എന്ന് പറയുന്ന ടാഗുകളുണ്ട്. നമുക്ക് നോക്കാം. സം ടാഗ്സ് ഡു നോട്ട് റിക്വയർ ക്ലോസിംഗ് ടാഗ്. ചില ടാഗിന് ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ല. സച്ച് ടാഗ്സ് ആർ നോൺ ആസ് empty ടാഗ്. അപ്പോൾ അതിന് ഏത് ടാഗ് മാത്രമേ ഉണ്ടാവും? ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉണ്ടാവും, ക്ലോസിംഗ് ടാഗ് ഉണ്ടാവില്ല. ദിസ് കൈൻഡ് ഓഫ് ടാഗ് ഡസ് നോട്ട് സ്പാൻ ഓവർ എ സെക്ഷൻ. അതൊരു സെക്ഷനിൽ സ്പാൻ ചെയ്യുന്നില്ല. അതെങ്ങനെയാണെന്നുള്ള നമ്മൾ എക്സാമ്പിൾ നമ്മൾ കാണാം. ദ ടാഗ്സ് BR, HR, IMG എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് empty ടാഗ്. BR, HR, IMG ഒക്കെ നമുക്ക് empty ടാഗിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു ടാഗ് ഇപ്പം ഒന്ന് പരിചയപ്പെടാം, ബാക്കിയുള്ള ടാഗ് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ BR ടാഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിളിലേക്ക് ഒന്നുകൂടി പോവാം. ഹലോ എന്ന് കഴിഞ്ഞതിന് ശേഷം ബോഡി ടാഗിൽ ഞാനിവിടെ BR ഉപയോഗിക്കുന്നു. ഈ BR ടാഗിൻ്റെ പ്രത്യേകം എന്താണ്? ഇതിന് എന്ത് ടാഗില്ല? ക്ലോസിംഗ് ടാഗില്ല. ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ള ടാഗ് നമ്മൾ നോക്കിയാൽ HTML ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തു, ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. ബോഡി ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. അതേസമയം BR ടാഗ് ഞാൻ ജസ്റ്റ് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്തിട്ടില്ല? അതിന് ക്ലോസിംഗ് ടാഗ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ദിസ് ഇസ് എൻ empty ടാഗ്. HTML ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഹെഡ് ഈസ് എ കണ്ടെയ്നർ ടാഗ് അല്ലേ. ഇതൊക്കെ കണ്ടെയ്നർ ടാഗുകളാണ്. BR ഈസ് എ empty ടാഗ്. എന്താണ് BRൻ്റെ വർക്കിംഗ് നോക്കാം. ഞാൻ ഈ ഫയൽ സേവ് ചെയ്യുന്നു. ഇത് ബ്രൗസറിൽ കാണാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും സിമ്പിളായ വഴി എന്താണ്? ബിൽഡിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ പ്രത്യേകത? ഹലോ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് ലൈനിലാണ് വന്നിരിക്കുന്നത്. BR കൊണ്ട് എന്താണ് ഉപയോഗം ഉണ്ടായത്? കുറച്ച് അടുത്ത ലൈനിലൊരു മാറ്റർ വരണമെങ്കിൽ നമ്മൾ ഇവിടെ BR ആണ് ഉപയോഗിക്കുക. C++ൽ C ഔട്ടിലൊക്കെ നമ്മൾ സ്ലാഷിന് ഉപയോഗിക്കും അല്ലേ, അടുത്ത ലൈനിൽ വരാൻ വേണ്ടി. അതേപോലെ ഇവിടെ ബ്രേക്ക് ദ ലൈൻ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BR ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ BR എന്നോട് പരിചയപ്പെട്ട BR ഈസ് ആൻ empty ടാഗ്. Others HTML, head, title, body are container tags. Attribute of tags. Certain parameters are frequently included within the opening tag to provide additional information such as color, measurement, location, alignment or other appearance to the web browser. ചില കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷൻ ആയ ടാഗിൻ്റെ കൂടെ കൊടുക്കും. ദിസ് പാരാമീറ്റേഴ്സ് ആർ കോൾഡ് ആട്രിബ്യൂട്ട്സ്. അങ്ങനെ കൊടുക്കുന്ന ടാഗിൻ്റെ കൂടെ കൊടുക്കുന്ന എക്സ്ട്രാ ആയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സിന് പറഞ്ഞ പേരാണ് ആട്രിബ്യൂട്ട്. മോസ്റ്റ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ് റിക്വയർ എ വാല്യൂ. കുറേ ആട്രിബ്യൂട്ട്സിന്, മിക്കവാറും ആട്രിബ്യൂട്ട്സിന് ഒരു വാല്യൂയും കൂടി ആവശ്യമുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ടു ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ വെബ് പേജ് ടു യെല്ലോ, വി ക്യാൻ റൈറ്റ് ദ കോഡ് ആസ് ബോഡി BG കളർ ഈക്വൽ ടു യെല്ലോ അല്ലേ. അപ്പം ഇത് എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് ടാഗ് ഇവിടെ ഏതാണ്? ബോഡിയാണ് ടാഗ്. BG കളർ എന്താണ്? ആട്രിബ്യൂട്ടാണ്. ദിസ് ആട്രിബ്യൂട്ട് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. BGCOLOR. ഇവിടെ B ക്യാപിറ്റൽ ആവണം നിർബന്ധമുണ്ടോ? ഇല്ല, അത് കൺവെൻഷൻ മാത്രം. പക്ഷേ സ്പേസ് ഇവിടെ പാടില്ല. അതുപോലെ സ്പെല്ലിംഗ് ഇങ്ങനെ തന്നെ എഴുതണം. COLOUR എഴുതി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഈക്വൽ ടു യെല്ലോ ഇൻ കൊട്ടേഷനിലാണ് കൊടുത്തത്. ഇത് സിംഗിൾ കോട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ യെല്ലോ മൊത്തം സ്മോൾ ലെറ്ററിൽ കൊടുക്കാം. അതുതന്നെ ഇനി കൊട്ടേഷൻ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഹിയർ BG കളർ ഈസ് ദ ആട്രിബ്യൂട്ട് ആൻഡ് യെല്ലോ ഈസ് ദ വാല്യൂ ഓഫ് ദിസ് ആട്രിബ്യൂട്ട്. ഇവിടെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു. അപ്പം ദിസ് ഇസ് ദ ടാഗ്, ദിസ് ഇസ് ദ ആട്രിബ്യൂട്ട്. ഇതിൻ്റെ B സ്മോൾ ലെറ്റർ ആണ്, കുഴപ്പമുണ്ടോ? ഇല്ല. ക്യാപിറ്റലായാലും കുഴപ്പമില്ല. നോട്ടിലുള്ള പോലെ ടെക്സ്റ്റിൽ BG ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പെല്ലിംഗ് ഇത് തന്നെയായിരിക്കണം. COLOR ആയിരിക്കണം. ഇപ്പോൾ യെല്ലോ എന്നാണ് കൊടുത്തത്. വാല്യൂ ഇവിടെ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട്, ദിസ് ഇസ് ദ ആട്രിബ്യൂട്ട്, ദിസ് ഇസ് ദ ടാഗ്. ഓക്കെ, നമ്മൾ ഈ യെല്ലോ മാറ്റിയിട്ട് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളർ നമുക്ക് കൊടുക്കാം. ഉദാഹരണത്തിന് നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഗ്രീൻ കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് ബ്രൗസറിൽ കാണാം. ബിൽഡ് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് എന്തായി മാറി? ഗ്രീൻ ആയിട്ട് മാറി. ഓക്കെ, അപ്പം ഇതാണ് ആട്രിബ്യൂട്ട്, മനസ്സിലായല്ലോ. നെക്സ്റ്റ് HTML എലമെൻറ്റ്. എന്താണ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ? എ പെയർ ഓഫ് ടാഗ് ആൻഡ് ദ കണ്ടന്റ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദിസ് ടാഗ്സ് ആർ നോൺ ആസ് എൻ എലമെൻറ്റ്. ഇപ്പോൾ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ടാഗ്, ആ ടാഗിലെ
കണ്ടൻറ്റ്, ആ ടാഗ് ക്ലോസ്. ഇത്രയും ഭാഗത്ത് നമ്മളൊരു എലമെൻ്റ് എന്ന് പറയും. ഇപ്പോൾ ദിസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ എലമെൻറ്റ്. ഇപ്പോൾ ഒരു ടാഗ് തുടങ്ങി, ഒരു ഓപ്പണിംഗ് ടാഗ് തുടങ്ങി, അതിൽ നമ്മൾ കുറച്ച് മാറ്റർ എഴുതി, ആ ടാഗ് ക്ലോസ് ചെയ്തു. ദിസ് എൻ HTML എലമെൻ്റ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. Then creating an HTML document. Text editors like Geany, Gedit, TextPad, Notepad, Notepad+, etc. can be used to create HTML document. അപ്പോൾ നമുക്ക് ഏത് എഡിറ്റർ ഉപയോഗിച്ചിട്ടും നമുക്ക് HTML ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കണ്ടു Geany ID ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തു, HTML ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. The file is to be saved with name with file extension .html or .htm. അപ്പോൾ നമ്മൾ ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ .html കൊടുക്കണം, അല്ലെങ്കിൽ .htm കൊടുക്കണം. ഇപ്പോൾ നേരത്തെ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഒരു ഫസ്റ്റ് .html എന്നാണ്. നെക്സ്റ്റ്, വ്യൂയിങ് ആൻ HTML document in a browser. Once the HTML document is prepared, it can be viewed in a browser by opening the document with the browser. There are many browsers like Mozilla Firefox, Google Chrome, Internet Explorer, Netscape Navigator, Opera, etc. The output of the HTML code created using Geany ID can also be obtained by clicking the execute button in the toolbar of the Geany, or by pressing F5 function key, or by click execute option in build menu. അപ്പോൾ നമ്മൾ Geany ID ഉപയോഗിക്കുമ്പോഴൊരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വരാൻ നമ്മൾ എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ F5 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാണ് നമ്മുടെ HTML ഫയൽ. ഇവിടെ എക്സിക്യൂട്ട് ബട്ടൺ ഏതാണ്? നമ്മൾ എക്സിക്യൂട്ട് ബട്ടൺ ഇതാണ്. ഇങ്ങനെയും കാണാം, ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ബിൽഡ് മെനു പോയിട്ട് എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ കീ F5 അല്ലേ, ഫംഗ്ഷൻ കീ F5 അടിച്ചാലും മതി. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് HTML ടാഗ്. സ്റ്റാർട്ടിങ് ഇൻ HTML പേജ്. അപ്പോൾ HTML ടാഗാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്ന ടാഗ്. നമുക്കറിയാം, ഒരു HTML ഡോക്യുമെൻ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന ടാഗാണ് HTML ടാഗ്. Okay, the entire HTML document is bounded by a pair of HTML and /HTML tags. The HTML tag identifies the document as an HTML document. In general, HTML is always the first tag in an HTML page and /HTML is the last tag. അപ്പോൾ ഒരു HTML പേജിൻ്റെ ഒന്നാമത്തെ ടാഗ് എന്തായിരിക്കും? ഫസ്റ്റ് ടാഗ് HTML ആയിരിക്കും, അവസാനത്തെ ടാഗ് /HTML, അതായത് ക്ലോസിംഗ് ടാഗ് ആയിരിക്കും HTMLൻ്റെ. എവറിതിങ് എൽസ് ഇൻ ദ വെബ് പേജ് ഈസ് ഇൻ ബിറ്റ്വീൻ ദിസ് ടു ടാഗ്. ബാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ രണ്ട് ടാഗിൻ്റെ ഉള്ളിലായിരിക്കും. ദാറ്റ് ഈസ് ദ ഹെഡ് സെക്ഷൻ ആൻഡ് ദ ബോഡി സെക്ഷൻ ലൈ ഇൻസൈഡ് ദ HTML and /HTML tag. It is a container tag pair. The main attribute of HTML tag are dir and lang. അപ്പം HTML ടാഗിന് പ്രധാനമായും രണ്ട് ആട്രിബ്യൂട്ടുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് dir, സെക്കൻഡ് വൺ ഈസ് lang. ഓക്കെ, dir attribute. We are discussing dir attribute. The dir attribute of HTML tag specifies the direction of text to be displayed on the web page. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ dir attribute ഉപയോഗിക്കുന്നത്. സാധാരണ ഇംഗ്ലീഷൊക്കെ ആകുമ്പോൾ, ഇംഗ്ലീഷും മലയാളമൊക്കെ ആകുമ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. This attribute can have values LTR. LTR means left to right, or RTL. RTL means right to left. By default, the value of this attribute is LTR. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വാല്യൂ LTR ആയിരിക്കും. സാധാരണ ഇംഗ്ലീഷും മലയാളമൊക്കെ ആകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. The value of RTL is used when languages like Arabic, Urdu, Hebrew, Chinese, etc. are used. അപ്പോൾ നമ്മൾ അറബിക്ക് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉറുദു ഉപയോഗിക്കുമ്പോൾ, ഹിബ്രു ഭാഷ, ചൈനീസ് ഭാഷയൊക്കെ ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻ എന്തായിരിക്കണം? റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും അല്ലേ, RTL ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുന്നത് HTML, ഇതാണ് നമ്മൾ ടാഗ് നെയിം. dir എന്താണ്? ആട്രിബ്യൂട്ട് ഈക്വൽ ടു RTL, അതിൻ്റെ വാല്യൂ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഓക്കെ, അടുത്താണ് ലാംഗ്വേജ് ആട്രിബ്യൂട്ട്, LANG, lang attribute. The lang attribute of HTML tag specifies the language we have generally used within the document. The value EN is used for English. ഇപ്പോൾ ഇംഗ്ലീഷിന് നമ്മൾ EN ആണ് ഉപയോഗിക്കുക. ആൻഡ് IT is used for Italian language. IT ഉപയോഗിച്ചാൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ദ കോഡ് HTML lang equal to AR. AR എന്ന് വെച്ചാൽ അറബിക്. സ്പെസിഫൈ ദ ലാംഗ്വേജ് ഇൻ ദ ഡോക്യുമെൻ്റ് ഈസ് അറബിക് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അറബിക്ക് ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് BBC.com അറബിക് സൈറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ അറബിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ എന്താണ്? റൈറ്റ് ടു ലെഫ്റ്റ് ആണ്.
നമ്മളിതിൻ്റെ കോഡ് നോക്കാൻ വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്പെക്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ കോഡ് ഇവിടെ കാണും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി HTML ടാഗ് തുടങ്ങുന്നു. ഇവിടെ dir ഡയറക്ഷൻ ഈക്വൽ ടു dir ഈക്വൽ ടു RTL ആണ് എഴുതിയിരിക്കുന്നത്, റൈറ്റ് ടു ലെഫ്റ്റ് എഴുതിയിരിക്കുന്നത് RTL. അത് ലാംഗ് എന്താ ഉപയോഗിച്ചത്, ലാംഗ് ഈക്വൽ ടു AR അറബിക്. വേറെയും ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട്, നമ്മൾ ഈ രണ്ട് മാത്രമേ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളൂ. dir ഈക്വൽ ടു RTL അല്ലേ, റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അറബി ആയതുകൊണ്ട്. ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് AR ആണ്. ഓക്കെ, അപ്പം dir ആട്രിബ്യൂട്ട് മനസ്സിലായി, അതുപോലെ തന്നെ AR ആട്രിബ്യൂട്ടും മനസ്സിലായി. ഡീഫോൾട്ട് നമ്മൾ സാധാരണഗതിയിൽ രണ്ട് ഉപയോഗിക്കില്ല, കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് ലാംഗ്വേജിൻ്റെ കോഡ് നമ്മൾ ഓർത്ത് വെക്കണം. ഇപ്പോൾ അറബിക്കിൻ്റെ കോഡ് നമ്മൾ മനസ്സിലാക്കി, AR ആണെന്ന് നമുക്കിപ്പോൾ എക്സാമ്പിൾ വെച്ച് നമ്മൾ മനസ്സിലാക്കി. ഡീഫോൾട്ട് എന്തായിരിക്കും, EN ആയിരിക്കും. EN കോഡ് ഈസ് യൂസ്ഡ് ഫോർ ഇംഗ്ലീഷ്, FR ഫോർ ഫ്രഞ്ച് ലാംഗ്വേജ്, DE ഫോർ ജർമ്മൻ ലാംഗ്വേജ്, IT ഇറ്റാലിയൻ, EL ഗ്രീക്ക്, ES സ്പാനിഷ്, AR അറബിക്, JA ജപ്പാനീസ്, HI ഹിന്ദി, RU റഷ്യൻ, ML ആണ് മലയാളത്തിന് ML ആണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ഹെഡ് സെക്ഷൻ. ഹെഡ് ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഹെഡ്. It contains the head of an HTML document which holds information about the document such as its title, script used, style definition, etc. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടൈറ്റിൽ എഴുതുക. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതാം. അതുപോലെ CSS കോഡ് നമുക്കറിയാം, CSS എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. CSSൻ്റെ കോഡ് നമുക്ക് ഹെഡിൻ്റെ ഉള്ളിൽ എഴുതാം. The tag pair head and /head declares the head section. It is also a container tag. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഹെഡ് ടാഗിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ബോഡി ടാഗ് ആണ്. ബോഡി ടാഗ് ക്രിയേറ്റിംഗ് എ ബോഡി. ദ ബോഡി ടാഗ് പെയർ body and /body specifies the document body section. This section contains the content to be displayed in the browser window. അല്ലേ, കണ്ടൻറ്റുകൾ ഈ ഭാഗത്താണ് നമ്മൾ പറയാം. ഇതിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട് പഠിക്കാനുണ്ട്. വേരിയസ് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ് ആർ ബാക്ക്ഗ്രൗണ്ട്, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് എന്ന് എഴുതുമ്പോൾ ഇവിടെ സ്പേസ് പാടില്ല, ബാക്ക്ഗ്രൗണ്ട്, BG കളർ ഒറ്റ വാക്കാണ്, COLOR ആണ്, ടെക്സ്റ്റ്, ലിങ്ക്, A ലിങ്ക്, V ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ എഴുതുമ്പോൾ സ്പേസ് ഇവിടെ പറ്റില്ല, ഒറ്റ വാക്കാണ് ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. ഇത്രയും ആട്രിബ്യൂട്ട് നമുക്ക് പഠിക്കണം. ഓരോ ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട്. This attribute set an image as the background for the document's body. This attribute of body tag makes the page more attractive. The general format is body tag ഉപയോഗിക്കുക, ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക, ഈക്വൽ ടു URL ഓഫ് ദ പിക്ചർ. ഈ പിക്ചർ എവിടെയുള്ളത് നമ്മൾ പറയണം. ഓക്കെ, അതിൻ്റെ പാത്ത് നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. എക്സാമ്പിൾ, ടു സെറ്റ് ദ ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ വെബ് പേജ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. HTML ടാഗ് തുടങ്ങി, ഹെഡ് ടാഗ്, ടൈറ്റിൽ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. ഇനി ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു sky.jpg എന്ന് കൊടുത്തു. ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ്, ദ കണ്ടൻറ്റ്. ഓക്കെ, നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ ഗീനി എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഗീനി എഡിറ്ററിൽ ഞാനിത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫയലിൻ്റെ പേരെന്താണ്, sample.html. ഇത് എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, ഡോക്യുമെൻറ്റിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ എന്ത് വേണം, ഈ ഡോക്യുമെൻറ്റിൽ തന്നെ നമുക്ക് sky.jpg എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഫോൾഡർ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നമുക്ക് sky.jpg എന്ന് പറയുന്നൊരു ഇമേജ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഫയലിൻ്റെ പേരെന്താണ്, sample.htm ആണല്ലേ. sample.htm ഇവിടെ തന്നെയാണ് സേവ് ചെയ്യുന്നത്. sky.jpg എന്ന് പറയുന്നൊരു ഇമേജ് ഫയൽ ഇവിടെ ഉണ്ട്. ഇത് രണ്ടും ഇവിടെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഗിനി ഐഡിയിൽ നോക്കാം. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ഹെഡ് ടാഗ് ഡിഫൈൻ ചെയ്തു. ടൈറ്റിൽ അതിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നാണ് ടൈറ്റിൽ കൊടുത്തത്. ആ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് തുടങ്ങുന്നു. നമ്മൾ ആട്രിബ്യൂട്ട് ഏതാണ്, ബാക്ക്ഗ്രൗണ്ട്, ഈക്വൽ ടു ഞാനത് കൊടുത്തത് sky.jpg എന്ന് കൊടുത്തു അല്ലേ, ഫയലിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ തന്നെ ഫയൽ നെയിം കൊടുക്കണം. ഇതിപ്പം ഫയൽ നെയിം സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് ഞാൻ സ്മോൾ ലെറ്ററിൽ കൊടുത്തു. എന്താണ് മാറ്റർ, ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ്. അപ്പോൾ ഇത് ഫയൽ സേവ് ചെയ്യണം നമ്മൾ. ഇപ്പോൾ ഇത് ഓൾറെഡി ഞാൻ സേവ് ചെയ്തുകൊണ്ട് പിന്നെയും സേവ് ചെയ്യാനാവില്ല. ഇനി ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ എന്താ വേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ കണ്ടൻറ്റ് എനിക്ക് ബ്രൗസറിലൊന്ന് കാണണം. അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പവഴി എന്താണ്, ഇവിടെയുള്ള എക്സിക്യൂട്ട് അല്ലേ, വ്യൂ ദ കറണ്ട് ഫയൽ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ
ഉണ്ടല്ലോ, നമ്മൾ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്കൈയുടെ ഇമേജ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നു. നമ്മൾ മാറ്റർ ഹലോ വെൽക്കം ടു ദ വേൾഡ് വെബ് പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാം. അപ്പം കുറച്ചും കൂടി നമുക്ക് വെബ് പേജിനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് BG കളർ. This attribute specifies the color for the background of the document body. For example, body BG color equal to gray will display the background in gray color. The value of the BG color attribute can be given in two ways. രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന് കളർ നെയിം, നമുക്ക് കളറിൻ്റെ പേര് തന്നെ കൊടുക്കാം. റെഡ്, ഗ്രീന്, യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം, ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. ഹെക്സ് നമ്പർ, അപ്പം നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ കോഡിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കളർ കോഡ് കൊടുക്കാം. ഇത് RGB കോഡാണ്. റെഡ്, ഗ്രീന്, ബ്ലൂ RGB വാല്യൂ ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. BG കളർ ഈക്വൽ ടു നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇല്ലാത്ത ഗ്രേ കളർ കൊടുക്കാം. നേരത്തെ ഇപ്പോൾ ഗ്രേ കളർ കൊടുത്തു. ഇത് സേവ് ചെയ്യുന്നു, ഫയലൊന്ന് ബ്രൗസറിൽ കാണുന്നു, ബാക്ക്ഗ്രൗണ്ട് ഗ്രേ കളറായിട്ട് മാറി. ഓക്കെ, അതേപോലെ നമുക്ക് കളറിൻ്റെ പേര്, കളർ നെയിമിന് ഇവിടെ കൊടുക്കാം. പകരം നമുക്ക് കളർ കോമ്പിനേഷൻ കൊടുക്കാം, കളറിൻ്റെ കോഡ് കൊടുക്കാം. ഉദാഹരണത്തിന് നമുക്കിപ്പം റെഡ് വരാൻ വേണ്ടി RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ ഞാൻ ഹെക്സാഡെസിമൽ വാല്യൂ നമ്മളൊരു ആദ്യം ഒരു ഹാഷ് കൊടുക്കുന്നു. പിന്നെ റെഡ് കംപ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട് റെഡിൻ്റെ ഹെക്സാഡെസിമൽ കോഡ് ഫുള്ളായിട്ട് വരാൻ വേണ്ടി FF കൊടുക്കുന്നു. വേറെ കളർ 000000 കൊടുക്കും. ദിസ് ഇസ് കോൾഡ് ഹെക്സാഡെസിമൽ കളർ കോഡ് എന്നാണ് പറയുക. ഇപ്പോൾ ഇത് റെഡ് കംപ്ലീറ്റ് വന്നു, ഗ്രീൻ ഒട്ടുമില്ല, ബ്ലൂ ഒട്ടുമില്ല. അപ്പോൾ ഇത് കളർ എന്തായിരിക്കും, നമുക്കൊന്ന് ബ്രൗസറിലൊന്ന് കണ്ടു നോക്കാം. കംപ്ലീറ്റ് റെഡ് കളറിൽ വരും. നമുക്ക് റെഡും ഗ്രീനും കൊടുത്തു നോക്കാം. ഗ്രീനിന് ഞാൻ ഫുൾ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം FF, പിന്നെ FF, ഇപ്പോൾ RGB. ഇപ്പോൾ റെഡ്, ഗ്രീനും നമ്മൾ കംപ്ലീറ്റ് കൊടുത്തു, ബ്ലൂ കൊടുത്തില്ല. എന്താ കളർ വരുന്നത് നോക്കാലോ. ഇപ്പോൾ റെഡും ഗ്രീനും കൂടി ഒന്നിച്ച് കഴിഞ്ഞാൽ അത് യെല്ലോ കളറായിട്ട് മാറി. ഓക്കെ, ഇപ്പോൾ ഹെക്സാഡെസിമൽ കോഡ് എല്ലാറ്റിനെയും ഓർത്ത് വെക്കാൻ നമുക്ക് പറ്റില്ല. നമുക്കതിന് ഗിനിയിലെ ഒരു സൗകര്യമുണ്ട്. നമുക്കിവിടെ അതിൻ്റെ ഒരു കളർ പാലറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കളറിൽ നമ്മൾ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ കളറിൻ്റെ കോഡ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ബ്രൗസറിൽ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ അതായിട്ട് മാറി. ഇപ്പോൾ ഹെക്സാഡെസിമൽ കളർ പാറ്റേൺ നമുക്ക് ഗിനിയിൽ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളറിൻ്റെ ഹെക്സാഡെസിമൽ കോഡ് ഇവിടെ വരും. ഓക്കെ, ഇപ്പോൾ ഹെക്സാഡെസിമൽ കോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ചില പ്രധാനപ്പെട്ട കളേഴ്സിൻ്റെ ഹെക്സാഡെസിമൽ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്കിന് കംപ്ലീറ്റ് 0 ആയിരിക്കും, റെഡിന് അകത്ത് RGB ആണ്, RGB. അപ്പം ഇത് മാത്രം നമ്മൾ 1111 എന്നുള്ള വാല്യൂസ് ഹെക്സാഡെസിമലിൽ കൊടുക്കുന്നു അല്ലേ, ബാക്കി 0. ഇത് ഗ്രീന്, ബ്ലൂ. ഇപ്പോൾ റെഡും ഗ്രീനും കൂടി കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ആയിട്ട് മാറി എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ ഗ്രീനും ബ്ലൂവും കൂടി കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അക്വ കളറായിട്ട് മാറി. ഇതൊക്കെ C എത്രയായിരുന്നു, ABC പഠിച്ചിട്ടുണ്ട് 12. അപ്പം 11000000. ഇത് ഗ്രേ കളർ. ഓക്കെ, നെക്സ്റ്റ് text attribute. This attribute specifies the color of the text content in the page. By default, the browser displays the text in black color on a white gray background. The color of the text can be changed using the attribute text. For example, body text is equal to yellow. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കളർ യെല്ലോ ആയിട്ട് മാറും. അപ്പോൾ ദിസ് ഇസ് ദ ആട്രിബ്യൂട്ട് ടെക്സ്റ്റ്. യെല്ലോ ഇസ് ദ വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട് ടെക്സ്റ്റ്. ഓക്കെ, like BG color, the value of text attribute can be given as color name or hexadecimal code. അപ്പോൾ നമുക്ക് കളറിൻ്റെ പേര് തന്നെ കൊടുക്കാൻ വാല്യൂ ആയിട്ട്, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ കോഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹെക്സാഡെസിമൽ കോഡ് നമുക്കറിയാം ഇതേപോലെയാണ്. അപ്പം RGB പാറ്റേൺ ആണ്. ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ BG കളർ ഈക്വൽ ടു ഗ്രീൻ കൊടുത്തു ഇവിടെ. അതുകൂടാതെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനും ടെക്സ്റ്റ് ഈക്വൽ ടു
ഞാൻ യെല്ലോ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രീനിലും വരും, ടെക്സ്റ്റ് യെല്ലോ കളറിലും വരും. നമുക്കൊന്ന് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറിൽ, ടെക്സ്റ്റ് യെല്ലോ കളറിലും വന്നു. നെക്സ്റ്റ്, ലിങ്ക് ആട്രിബ്യൂട്ട്. Link attribute specifies the color of the hyperlink that are not visited by the viewer. The default color of the link attribute is blue. അപ്പോൾ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഹൈപ്പർ ലിങ്ക് ഈസ് എൻ എലമെൻറ്റ്, എ ടെക്സ്റ്റ് ഓർ എൻ ഇമേജ് that we can click on and jump into another document or another section in the same document. അപ്പോൾ ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു HTML എലമെൻ്റാണ് ലിങ്ക്. അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്നതാണ് ലിങ്ക്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് എ എന്ന് പറയും. അത് നമ്മളിപ്പം പഠിക്കില്ല. നമ്മളിവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ലിങ്ക് ഈക്വൽ ടു ഗ്രീൻ എന്ന് പറഞ്ഞാൽ ലിങ്കിൻ്റെ കളർ ഗ്രീനിലാണ് വരേണ്ടത്. എ ലിങ്ക് ഈക്വൽ ടു റെഡ് എന്ന് പറഞ്ഞാൽ ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ റെഡായിട്ട് മാറും. വി ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റഡ് ലിങ്ക് ഈക്വൽ ടു യെല്ലോ, ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ലിങ്കിൻ്റെ കളർ യെല്ലോ ആയിട്ട് മാറണം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലിങ്ക് ആട്രിബ്യൂട്ട് എന്നാണ് ഉപയോഗിക്കുന്നത് ലിങ്കിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ. എ ലിങ്ക് എന്നാണ് ഉപയോഗിക്കുന്നത് ആക്റ്റീവ് ലിങ്കിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ. വി ലിങ്ക് എന്നാണ് ഉപയോഗിക്കുന്നത് വിസിറ്റഡ് ലിങ്കിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ. നമുക്ക് നോക്കാം. ഞാനിവിടെ ഇത് ബ്രൗസറിൽ വ്യൂ ചെയ്യാണ്. അപ്പോൾ ലിങ്കിൻ്റെ കളർ ഇപ്പം ഗ്രീൻ കളറിലാണ് ഉള്ളത്. ഞാനിവിടെ ലിങ്ക് ഈക്വൽ ടു ഗ്രീൻ എന്നാണ് കൊടുത്തത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റെഡായിട്ട് മാറി. കണ്ടോ, റെഡ് കളറിലായി, ആക്റ്റീവ് ലിങ്കായി മാറി. ദിസ് ആക്റ്റീവ്. ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോയി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കളർ യെല്ലോ ആയി. അതുകൊണ്ട് യെല്ലോ ആയത് ഞാൻ ഓൾറെഡി ഈ ലിങ്ക് എന്ത് ചെയ്തു, വിസിറ്റ് ചെയ്തു. അപ്പം വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രീൻ കളർ സെറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രീൻ കളർ, വിസിറ്റ് ചെയ്യുന്ന ആ സമയത്ത് ആക്റ്റീവായ സമയത്ത് റെഡ് കളർ സെറ്റ് ചെയ്തു. വിസിറ്റിന് ശേഷം അതിൻ്റെ കളർ യെല്ലോ ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, എ ലിങ്ക് ആട്രിബ്യൂട്ട്. ഇറ്റ് സ്പെസിഫൈ ദി കളർ ഓഫ് ദി ആക്റ്റീവ് ഹൈപ്പർ ലിങ്ക്. ദ ലിങ്ക് റിമെയിൻസ് ആക്റ്റീവ് ഓൺലി ഫോർ ദ മൊമെൻറ്റ് ദ മൗസ് ഈസ് ക്ലിക്ക്ഡ് ഓൺ ഇറ്റ്. അല്ലേ, നമ്മൾ മൗസ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആക്റ്റീവ് ആവും. ആ സമയത്ത് ഏത് കളറിലാണ് വരേണ്ടതെന്ന് നമുക്ക് എ ലിങ്ക് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, hence at the time of selection the color of the link will be changed to a link value. The default a link color is green. Default ആയിട്ട് ഗ്രീൻ ആണ്, നമുക്കത് ചേഞ്ച് ചെയ്യാം. വി ലിങ്ക് specifies the color of the hyperlink which is already visited by the viewer. അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഏതായി മാറണമെന്ന് നമുക്ക് വി ലിങ്ക് ആട്രിബ്യൂട്ട് വെച്ച് സെറ്റ് ചെയ്യാം. The default color of v link is purple. Next, left margin attribute. Left margin attribute is used to leave some blank area on the left side of the document. The margin refers to the blank area left from the edge of the page. Its value is given in pixel. അപ്പോൾ ലെഫ്റ്റ് മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബ്രൗസറിൽ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ ഇടത് ഭാഗത്ത് എത്ര പിക്സൽ വിടണം അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് മാർജിൻ ഉപയോഗിക്കുന്നത്. ടോപ്പ് മാർജിൻ ആട്രിബ്യൂട്ട്. ടോപ്പ് മാർജിൻ refers to the blank area at the top edge of the document window. The value is specified in pixel. അപ്പോൾ ടോപ്പ് മാർജിൻ എന്ന് വെച്ചാൽ മേലെ നിന്ന് എത്ര സ്ഥലം വിടണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ബോഡി ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു 60, ടോപ്പ് മാർജിൻ ഈക്വൽ ടു 70. അപ്പോൾ ലെഫ്റ്റ് മാർജിൻ 60 പിക്സൽ വിട്ടു, ടോപ്പ് മാർജിൻ 70 പിക്സൽ വിട്ടു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതെല്ലാം കൂടി വന്നൊരു എക്സാമ്പിളാണിത്. ഇപ്പോൾ HTML ടാഗ്, ഹെഡ് ടാഗ്, അതിനൊരു ടൈറ്റിൽ കൊടുത്തു. ബോഡി BG കളർ സിയാൻ ആക്കി, ടെക്സ്റ്റ് കളർ ബ്ലൂ, ടോപ്പ് മാർജിൻ 70, ലെഫ്റ്റ് മാർജിൻ 60. ഹലോ, വെൽക്കം ടു ദ പേജ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് ബ്രൗസറിൽ നോക്കാം. ഞാനിവിടെ ഇത് പേസ്റ്റ് ചെയ്യണം. ഫയൽ സേവ് ചെയ്യുന്നതാണ്. സേവ് ചെയ്യുന്നത് മൈലാപ്പിൽ സേവ് ചെയ്യുന്നു. ഞാനിതിന് ഏതെങ്കിലും ഒരു പേര് കൊടുത്തു. ഇപ്പോൾ സാമ്പിൾ അല്ലെങ്കിൽ s.htm എന്ന് കൊടുക്കാം. നമുക്ക് HTML എന്ന് കൊടുക്കാം, HTM എന്ന് കൊടുക്കാം. സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്ത സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മാറിയല്ലേ. അപ്പോൾ BG കളർ സിയാനാണ്, ബ്ലൂ, ടെക്സ്റ്റ് കളർ ബ്ലൂ ആണ്. നമുക്കൊന്ന് ബ്രൗസറിലൊന്ന് ഇതിനെ വ്യൂ ചെയ്യാം അല്ലേ. BG കളർ സിയാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും വിട്ടതുകൊണ്ടാണ്, ഇത്രയും സ്ഥലം വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പ് മാർജിൻ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും സ്ഥലം ഇവിടുന്ന് വിട്ടു. അതുകൊണ്ട് ഇത് ലെഫ്റ്റ് മാർജിൻ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് 60 പിക്സലാണ് ഇത്രയും വന്നത് അല്ലേ. 60 പിക്സൽ ഇത്രയും വന്നു, 70 പിക്സൽ ഇത്രയും സ്ഥലം വിട്ടിട്ടാണ് വന്നത്. അപ്പോൾ എന്താണ് ലെഫ്റ്റ് മാർജിൻ്റെ ഉപയോഗം മനസ്സിലായി. അതുപോലെ തന്നെ ടോപ്പ് മാർജിൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലായി. ഓക്കെ.